ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായി? ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തില്ലേ? പിന്നെ ചെയ്യാതെ? ആ സമയത്ത് ക്യാമറ റെക്കോർഡ് ചെയ്ത ഒരൊറ്റ വിഷ്വലിന്റെ പൊടി പോലും ഇനി മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. അതുപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അല്ലെങ്കിൽ എനിക്കറിയാം, നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നീ അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഉറപ്പാണോ? നിങ്ങള് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തോ? നോക്കി സാറേ, ആ വിഷ്വൽസ് മാത്രമില്ല, എന്തോ സോഫ്റ്റ്വെയർ എററെന്നാ അവര് പറയുന്നേ. അതങ്ങനെ ആ സമയത്ത് വിഷ്വൽസ് മാത്രം എറർ ആവാനൊരു കാരണവുമില്ല. ബാക്കിയെല്ലാം ഉണ്ട്, ഇത് മാത്രമില്ല. അതിലെന്തോ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നി. ഞാൻ ആ ടെക്നീഷ്യനോട് ചോദിച്ചു, പക്ഷേ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഉന്തും തള്ളും ബഹളമായി. ഒടുവില് സെക്യൂരിറ്റിക്കാർ വന്ന് ഞങ്ങളെ പിടിച്ച് പുറത്താക്കി. ആ ടെക്നീഷ്യന്റെ പെരുമാറ്റത്തില് എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട് സർ. അത് ഈ വിഷ്വൽ മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാൻ നിങ്ങൾ തമ്മിൽ മുൻ പരിചയമോ വൈരാഗ്യമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെന്തിനാ അയാളെ നശിപ്പിക്കുന്നത്? അത് പിന്നെ അയാളെ അറസ്റ്റ് ചെയ്തപ്പോ ഉണ്ടായ പ്രശ്നമല്ലേ, അത് അത്ര സീരിയസ് ആണോ? അത് മാത്രമല്ല, വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. അയാളെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നാട്ടുകാർ കണ്ടാണല്ലോ. ലോക്കപ്പിൽ വെച്ച് ഞാൻ അയാളെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കൂടെ ഈ എവിഡൻസും കൂടി വന്നാലേ ചിലപ്പോ എന്റെ ഈ കാക്കി ഊരി വെക്കേണ്ടി വരും. ഇനിയിപ്പോ അത് പേടിക്കണ്ടല്ലോ. എന്നെ കൊണ്ട് ഇപ്പൊ പ്രയോജനം ഉണ്ടെന്ന് രാജീവേട്ടന് മനസ്സിലായില്ലേ? താനൊന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. സച്ചിയുടെ വൈഫിനെ കണ്ടെത്താൻ ഞാനും സഹായിക്കാം. ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കുമെന്ന് എനിക്കൊരു രൂപമില്ല സർ. എടോ, ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോ അവരെ ദൈവം തന്റെ മുമ്പിൽ എത്തിച്ചേർന്നില്ലേ? അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാ. സാറ് പറയുന്നത് കേൾക്കുമ്പോ എനിക്കൊരു പ്രതീക്ഷ തോന്നുന്നു. എന്തെങ്കിലും എന്റെ കാത്തിരിപ്പിന് ഫലം ഉണ്ടാവും. ഇനി അധികം കാത്തിരിക്കാനൊന്നും എനിക്ക് വയ്യ. എന്റെ ലൈഫിൽ ഞാൻ എടുത്ത ഒരേ ഒരു ലോട്ടറിയാണ് നീ. പിന്നെ എന്തിനാ അതിങ്ങനെ അലമാരയെ വെച്ച് പൂട്ടിയിരിക്കുന്നേ? ബാങ്കിൽ കൊടുത്ത് കാശാക്കി സ്വന്തം അക്കൗണ്ടിൽ നിക്ഷേപിച്ചൂടെ? ഉടനെ തന്നെ നമുക്ക് അതിനുള്ള നടപടികൾ ആരംഭിക്കണം. എന്ന് പറഞ്ഞാ നമ്മുടെ രണ്ടുപേരുടെയും ഈ കാത്തിരിപ്പേ ഉടനെ അവസാനിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. സാറിനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഇതൊരു ദൈവനിയോഗം പോലെ എനിക്ക് തോന്നുന്നത്. ഓരോ അപകടത്തിൽപ്പെടുമ്പോ സാറിന്റെ രക്ഷകനായി എത്തുന്നു. എന്റെ അർച്ചനെ കണ്ടുപിടിക്കുന്നതും ഒരുപക്ഷെ സാറിലൂടെ തന്നെയായിരിക്കും. അങ്ങനെ കണ്ടുപിടിച്ച ഞാൻ തന്നെ അവരുടെ കൈ പിടിച്ച് സച്ചിയുടെ കയ്യിൽ വെച്ച് തരും. താങ്ക് യു സർ. അപ്പൊ ശരി, കാണാം. അയാളുടെ ഭാര്യയെ കിട്ടിയില്ലേ? ഇല്ല, പക്ഷെ കിട്ടും. ദൈവത്തിന് പോലും അയാൾക്ക് ഭാര്യയെ തിരിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത്ര മാത്രം അയാളെ ഭാര്യ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വലിയ ട്രാജഡിയാ അയാളുടെ ലൈഫ്.